ഷാർജയിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ ഭർത്താവിന്റെ കുടുംബത്തെ വെട്ടിലാക്കുന്നതാണ്. പട്ടിയെപ്പോലെ തല്ലിയെന്നും ആഹാരം തന്നില്ലെന്നും ശാരീരികമായി ഉപദ്രവിച്ച ശേഷം അപകടം പറ്റിയതാണെന്ന് പറയുമെന്നും വിപഞ്ചിക കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. 7 മാസം ഗർഭിണിയായിരിക്കെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. അമ്മായി അച്ഛൻ മോശമായി പെരുമാറിയിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് കുടുംബത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഭർത്തൃവീട്ടുകാരിൽ നിന്നും നേരിട്ട പീഡനത്തെക്കുറിച്ചുള്ള യുവതിയുടെ ഓഡിയോ സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും ബന്ധുക്കൾക്ക് ലഭിച്ചു. കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചികയെയും മകൾ വൈഭവിയെയുമാണ് ഷാർജയുടെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്ത് ജോലിയുണ്ടായിരുന്ന വിപഞ്ചികയെ 2020 നവംബറിലാണ് കോട്ടയം സ്വദേശി നിതീഷ് വിവാഹം ചെയ്തത്. അതിനു പിന്നാലെ ഭർത്തൃവീട്ടുകാരുടെ പീഡനം തുടങ്ങിയെന്നാണ് ആരോപണം. ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. അച്ഛന് കുറെ കാശ് വേണം, സുഖിക്കണം, വലിയ വണ്ടി നടക്കണം, വലിയ ഫ്ലാറ്റിൽ ജീവിക്കണം, പിന്നെ കുറെ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇത്രയാണ് അച്ഛന്. പിന്നെ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു. പിന്നെ നമുക്ക് കാശില്ലല്ലോ. അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് കാശുണ്ട്, വണ്ടിയുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാ പറയുന്നത്. കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കാൻ ഒരു വേലക്കാരിയെ പോലെ ഒരുത്തി വീട്ടിലുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും പട്ടിയെപ്പോലെ തല്ലിയെന്നും ആഹാരം തന്നില്ലെന്നും വിപഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു. കുഞ്ഞിനു വേണ്ടി എല്ലാം ക്ഷമിച്ചു. ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ മോശമായി പെരുമാറി. ഒരുപാട് കാശുള്ളവരാണ്, എന്നിട്ടും എന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. ഉപദ്രവിച്ചതിന് ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എനിക്കറിയാം അവന്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അവന്റെ പെങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ കണ്ണുകേറിയ കണ്ടുകൂടാ. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു തരത്തിൽ ഒരു സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാനൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത നാത്തുമാരുണ്ടോ? പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുറിപ്പിൽ പറയുന്നു. കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും വിപഞ്ചികയുടെ കത്തിലുണ്ട്. ഭർത്താവ് നിതീഷ് മോഹനും സഹോദരി നീതുവുമാണ് 1-ാം പ്രതികളെന്നും 2-ാം പ്രതി ഭർത്താവിന്റെ അച്ഛൻ മോഹനാണെന്നും ഒരിക്കലും ഈ കൊലയാളികളെ വെറുതെ വിടരുതെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനും ബന്ധുക്കൾ ആലോചിക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.